പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ CV ആൻഡ്രൂസ് അവറുകളാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നവർക്ക്, പിന്നീട് ഇത് ഓൺലൈനിൽ കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമാകേണ്ടതിനായി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ട് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഈ വയ്യാറാഴ്ചമയത്ത് ഒരു പ്രാവശ്യം കൂടെ ദൈവസനയിൽ എടുത്തു വന്ന് പ്രാർത്ഥിക്കുവാൻ, നിന്നെ മുഖത്തുപെടുത്തുവാൻ, കർത്താവേ, നിന്റെ വചനം ധ്യാനിപ്പാൻ പഠിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് അടുത്ത് വന്നിരിക്കുന്ന എല്ലാ നിന്റെ ദാസിദാസന്മാർക്കായി സ്തോത്രം. ഇതിന്റെ കർത്താവെ നടത്തിപ്പുകാരായിരിക്കുന്ന നിന്റെ ദാസനെ അവിടുന്ന് സഹായിക്കണമേ. ദൈവദിനം പഠിപ്പിക്കുവാനായി കടന്നു വരുന്ന ദൈവവൃത്തനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മനിറവോടെ, ആത്മാവിന്റെ നിയോഗത്തോടെ, ശക്തിയോടുകൂടെ, പൂർണ്ണ അധികാരത്തോടുകൂടെ ദൈവവചനം ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടു അതേ ആത്മാവിനാൽ തന്നെ അധികാരത്തോടും ശക്തിയോടും കൂടെ നിന്റെ വചനം കർത്താവെ നിന്റെ ജനത്തിന് വിളമ്പി കൊടുക്കുവാൻ സ്വർഗം നിന്റെ വൃത്തിനിയോട് കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജോയിന്റ് ആയിരിക്കുന്ന എല്ലാ നിന്റെ ദാസിദാസന്മാരെ സ്വർഗത്തിലെ ദൈവം ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്താട്ട് ഞങ്ങളുടെ കൂടെ ഒരു ദൈവനാമ മഹത്വനാകെ ചെയ്താട്ട് ദൈവകരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. സ്വർഗം അവിടുന്ന് സഹായിക്കണം. ദൈവസനെ ഇരുന്നു കൊണ്ട് ദൈവപാഠമെടുത്തിരുന്നു നിന്റെ വചനങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് ദൈവസനെ നിന്ന് പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവനാമം മഹത്വമെടുക്കുവാൻ സ്വർഗോടുന്ന കൃപ ചെയ്യുമാറാകണമേ. നിന്റെ വചനം ജീവനും ചൈതന്യവും പകരുന്നതായ ദൈവത്തിന്റെ വചനം, ശക്തിയുള്ളതിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ അധികാരത്തോടെ അവിടുന്ന് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് തുറക്കണമേ കർത്താവേ. ഇതിന്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ട് നിന്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവിന്റെ വലിയ ആഴമേറിയ അതേ ശക്തമായ പ്രവർത്തനങ്ങൾ നടകൊള്ളുവാൻ ഇടയാക്കണം. രോഗികൾക്ക് അത് വിടുതലായി മാറട്ടെ. താവേ, ബലഹീനർക്ക് ബലം പകരുവാൻ അത് കാരണമായി തീരട്ടെ. താവേ, അങ്ങനെ എല്ലാവരത്തിലും ദൈവനാമം മഹത്വമെടുക്കുവാൻ സ്വർഗം കൃപ ചെയ്തണമേ. തിരുനാമം മഹത്വമെടുക്കണം. ഒരിക്കൽ കൂടെ ആദിയോടൊന്നും ദൈവ സാന്നിധ്യം നിഴലിടണം. നിന്റെ ദാസന്മാരെ കരങ്ങൾ ഉപയോഗിക്കണം. അധികാരത്തോടെ നിന്റെ വചനം പഠിപ്പിക്കുവാൻ CV ആൻഡ്രൂസ് പാസ്റ്റർ ദൈവം കരങ്ങൾ ഉപയോഗിക്കണമേ. തിരുനാമം മഹത്വമെടുത്താട്ട് പ്രാർത്ഥനകളിനായി ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം 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 യേശു മൂലം അപേക്ഷിക്കുന്നു. പിതാവേ, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 21ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. 1-ാം അധ്യായം കഴിഞ്ഞ ചില നാളുകളായിട്ട് 20 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്ത് സ്തോത്രം. താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും അതേ ദൈവം ധാരാളമായി മഞ്ഞും മഴയും പെയ്ച്ച് ഉത്സാഹത്തെ ദൈവം മാനിച്ച് വളരെ തിടുക്കത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം പ്രാപ്തനാക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തിമോത്തിയോസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് വലിയ ഒരു കാഴ്ചപ്പാടും വെളിപ്പാടും ഉണ്ടായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ട ലാലു ജേക്കബ് പാസ്റ്ററെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ദാനിയലിനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തെയും കർത്താവ് സഹായിക്കട്ടെ. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ജനുവരി മാസം 29-ാം തീയതി അതേ അഗാപ്പ ബൈബിൾ കോളേജ് നടക്കുന്ന വലിയ വിരുന്ന് അത് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ഈ ജനുവരി 5-ാം തീയതി 76 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ടു. അത് ഇപ്പോഴും നല്ല മെമ്മറിയോടും ഉത്സാഹത്തോടും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ
ദൈവം എനിക്ക് തന്ന പ്രാപ്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അനേക ദൈവദാസന്മാർ എനിക്ക് പരിചയമുള്ള മുഖങ്ങളൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. അതേ ഉത്തർപ്രദേശിൽ നിന്ന് പാസ്റ്റർ ഷിബു എബ്രഹാം, ബോംബെ നിന്ന് പാസ്റ്റർ തോമസ് ഫിലിപ്പ്, ഇവരൊക്കെയും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയം ആസ്പദമാക്കിയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 3 ഭാഗങ്ങളാണ്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത്. നീ കണ്ടതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അതാണ് നീ കണ്ടത്. വെളിപ്പാട് പുസ്തകത്തിന്റെ നമ്മൾ വിഭജിക്കേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് തന്നെ അത് വിഭജിച്ച് നിർത്തിയിരിക്കുന്നു. 1-ാം അധ്യായം 19-ൽ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനിമേൽ സംഭവിക്കാനുള്ളതും. നീ കണ്ടത് എന്നുള്ള വിഷയം 1-ാം അധ്യായം നമ്മൾ അതിനെക്കുറിച്ച് 20 ക്ലാസ് എടുത്ത് പഠിപ്പാൻ തക്കവണ്ണയായി. ഇപ്പൊ നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത് ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയമാണ്. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് 2ഉം 3ഉം അധ്യായങ്ങളാണ്. ഇനിമേൽ സംഭവിക്കാതിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ്. അത് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ തൂലിക TV-യിൽ ക്ലാസ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായമാണ് ചില ആഴ്ചകളായിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തക്കണം വളരെ ഉത്സാഹിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഉള്ള വന്ന വിഷയത്തെ ആസ്പദമാക്കി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എഫെസോസിലെ സഭയുടെ നക്ഷത്രം വലയിൽ പിടിച്ചുകൊണ്ട് നടുവിൽ നടക്കുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരിൽ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കൊലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ പർദീസായിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഇപ്പോൾ ഉള്ളത് എന്നുള്ള ആ വിഷയത്തിൽ 7 സഭകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദൂത് കൊടുത്തിരിക്കുന്നത്. ഈ 1-ാമത്തെ സഭയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ദൂതിൽ നമുക്ക് അനേക കാര്യങ്ങൾ പഠിക്കുവാൻ തക്കണമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളികയിൽ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ വലിയൊരു മുഴക്കമുണ്ടായി. ആകാശത്തുനിന്ന് അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെ കൂടി വന്ന 120 പേരുടെ മേൽ ആത്മാവിനെ പകർന്ന് അവർ ആത്മാഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ 16-ാം അധ്യായം മത്തായി 16-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് കൊണ്ട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭ പണിയും എന്നാണ് പറഞ്ഞത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അരികെ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാൻ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് യോഹന്നാൻ അവിടെ എടുത്തെഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിട്ടുണ്ട് 7-ാം അധ്യായം യോഹന്നാൻ 7:37 മുതൽ വായിക്കുമ്പോൾ യേശു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടുമില്ലായിരുന്നു. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് വന്നും പൊയ്ക്കൊണ്ടുവരുന്നു. എന്നാൽ ഇനിയും ഈ സഭയ്ക്ക് ഒരു രൂപീകരണം വരുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെന്ന സ്നാനം ഞാൻ നിങ്ങളുടെ മേൽ പകരും എന്ന് കർത്താവ് അത് പറയുകയുണ്ടായി. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ നദിയാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയുന്ന സമയത്ത് അന്ന് വരെ പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നു. എന്നാൽ അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ അതേ ആൾക്കാർ വലിയ മുടക്കം ഉണ്ടായ സന്ദർഭത്തിൽ മർക്കോസിന്റെ മുകളിൽ അതേ ഈ സംഭവം നടന്നപ്പോൾ
യെരുശലേം ദേവാലയത്തിൽ അന്ന് പെന്തക്കോസ് പെരുന്നാളാകിയാൽ എല്ലാവരും യെരുശലേമിലെ യഹൂദന്മാർ, ഭക്തിയുള്ള പുരുഷന്മാരെല്ലാം യെരുശലേം ദേവാലയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മുഴക്കം ഉണ്ടായത് ഒരു പാവപ്പെട്ടവന്റെ മർക്കോസിന്റെ മാളികയിൽ അറിയുടെ ഭവനത്തിലാണ് ഈ മുഴക്കം ഉണ്ടായത്. അതൊരു മാളികമുറിയായിരുന്നു, മർക്കോസിന്റെ മാളികമുറി എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ മാളികമുറിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ യെരുശലേം ദേവാലയത്തിൽ വന്ന ആൾക്കാരെ ഈ മുഴക്കം എന്തെന്ന് അറിയാൻ തക്കണം കൂടി കഴിഞ്ഞപ്പോൾ അവര് അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും കണ്ടു. വന്നവരൊക്കെ പറഞ്ഞു, ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ? നാം ജനിച്ചു വളർന്ന നമ്മുടെ ഈ ഭാഷയിൽ ഇവരെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ അതിശയിച്ചപ്പോൾ ചിലർ കൂട്ട് പറഞ്ഞു, ഇവര് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണ്. അന്നേരം പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച ഒരു പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. സഹോദരന്മാരെ, പകൽ 3 മണി നേരമായുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പുതുവീഞ്ഞ് കുടിച്ചതല്ല. യോബേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ പ്രവചനം നിറവേറിയതാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അന്ന് 3000 പേരാണ് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാനിടയായത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ പെന്തക്കോസ്ത് നാളിലാണ് സഭ ആരംഭിച്ചത്. അതാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയം. സഭാകാലമാണ്. സഭ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട്. സഭ സ്വർഗത്തിൽ എടുക്കപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ് നമുക്കത് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണാൻ പോകുന്നത്. ഭാവികാല സംഭവങ്ങൾ 4-ാം അധ്യായം മുതലാണ് ആരംഭിക്കുന്നത്. എനിക്കത് ഈ ഗ്രാജുവേഷൻ ഡേറ്റ് വരുന്നതിന് മുമ്പേ ഈ 2-3 അധ്യായങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് വലിയ വാഞ്ചയാണ്. എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 366 ക്ലാസ്സുകളാണ്. ഞാൻ അഗാപ്പെ ബൈബിൾ കോളേജിലെ വളരെയധികം വെട്ടിച്ചുരുക്കിയാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അനന്തരം സ്വർഗത്തെ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം ഇവിടേക്ക് കയറി വരിക. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെ കാണിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 2-ഉം 3-ഉം അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകൾ എന്നുള്ളത് ദൈവമക്കൾ പ്രത്യേകമായി മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ സഭയെ ചൂണ്ടിക്കാണിക്കുന്ന എഫെസോസ് കാലഘട്ടത്തെ കുറിച്ചാണ്. എഫെസോസ് കാലഘട്ടം AD 70 മുതൽ 170 വരെയുള്ള കാലഘട്ടമായിട്ടാണ് വേദപണ്ഡിതന്മാർ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കാലഘട്ടം ചിന്തിച്ചാൽ എഫെസോസിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള അനുഭവങ്ങൾ കൂടി സഭ കടന്നുപോയതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ഇവിടെ വായിക്കുന്ന ഈ 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ. അതിന്റെ 1-ാമത്തെ വാക്യമാണ് അതിന്റെ മുഖവര. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവരോട് സംസാരിക്കുന്നു. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൂതൻ എന്ന് പറയുന്നത് സഭയുടെ ശുശ്രൂഷകനെ കുറിക്കുന്നതാണ്. 7 നക്ഷത്രം നമ്മൾ 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പൊ 7 സഭകളുടെ ദൂതന്മാരെന്നിവിടെ ഉദ്ദേശിക്കുന്നത് സഭാശുശ്രൂഷകന്മാരെയാണ്. അപ്പൊ ദൂതന്മാരെ എന്നുള്ള പഠനത്തിൽ നമ്മൾ ഈ കാര്യം ഞാൻ വ്യക്തമാക്കിയതാണ്. സഭാശുശ്രൂഷകന്മാരെ ദൂതൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വിളിച്ചിരിക്കുന്ന പല ഭാഗങ്ങളും നമ്മൾ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം പഠിച്ചപ്പോൾ നമ്മൾ 2-3 വാക്യങ്ങൾ പഠിച്ചപ്പോൾ നമുക്ക് അത് പഠിപ്പാൻ തക്കണപടിയായി തീർന്നു. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ദൂതൻ എന്നുള്ള പദം 3 കൂട്ടരെ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, സ്വർഗത്തിലെ യഥാർത്ഥ ദൂതന്മാരാണ് ഒരു കൂട്ടര്. രണ്ടാമത്, ഇവിടെ നമ്മൾ വായിക്കുന്നത് സഭയിലെ ശുശ്രൂഷകന്മാരെ ഉദ്ദേശിച്ചാണ് ദൂതൻ എന്നുള്ള പദം നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഈ ദൂതന്മാർ നമ്മുടെ സേവക ആത്മാക്കളാണെന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ദൂതന്മാരെ നമസ്കരിക്കാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ദൂതന്മാർ നമസ്കാരം സ്വീകരിക്കത്തില്ല. സ്വീകരിച്ചവരൊക്കെ ദൂതന്മാർ ഇപ്പോൾ തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ പിശാചിന്റെ ആ ഭാഗങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക കേട്ടോ. ഇപ്പം സഭാ ശുശ്രൂഷകനോടാണ് ദൂതൻ എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. എന്നാൽ
ഇത് സഭയ്ക്കുള്ള ദൂതാണ്. കാരണം അതിന്റെ അവസാന വാക്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി വായിച്ചല്ലോ, ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ദൂത് ശുശ്രൂഷകന് കൈമാറുന്നു. അത് എന്നാൽ ഈ ദൂത് മൊത്തം സഭയ്ക്കും ഉള്ളതാണ്. എഫെസോസിലെ സഭയ്ക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദൈവസഭയ്ക്ക് ഉള്ള ദൂതാണ് ഈ കൊടുത്തിരിക്കുന്ന ദൂത്. എല്ലാ സഭയിലെയും അതേ പുസ്തകം വായിക്കുമ്പോൾ ഇന്ന സഭയുടെ ദൂതിന് എഴുതുക, ആ സഭയുടെ ദൂതിന്റെ അവസാനത്തിൽ പറയുന്നു ആത്മാവ് സഭകളോട് പറയുന്നുണ്ടെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ഈ എഫെസോസ് എന്ന് പറയുന്ന ഈ പട്ടണം തുർക്കി രാജ്യത്തുള്ള ഒരു പട്ടണമാണ്. ഇന്ന് ആ സ്ഥലത്തിന് എഫസ് എന്ന പേരിനാലാണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് അനേകര് ഈ 7 സഭകളെ ഉള്ള സ്ഥലങ്ങൾ കാണാൻ തക്കൊന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പലര് പോയി ആ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ എഫെസോസിന് ഇന്ന് ആ നാട്ടിൽ അറിയപ്പെടുന്നത്, മുസ്ലിങ്ങൾ അതിന്റെ പലതിന്റെ പേര് മാറ്റി ഉണ്ടായി. ഇന്ന് ആ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര് എഫസ് എന്നാണ്. ഇവിടെ ഈ പട്ടണം അക്കാലത്ത് വലിയ സമ്പൽ സമൃദ്ധിയാൽ നിറയപ്പെട്ട ഒരു പട്ടണമായിരുന്നു. ആ പട്ടണത്തിൽ അർത്തമിസ് മഹാദേവിയുടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. പുരാതന കാലത്ത് 7 അതിശയങ്ങളിൽ ഒന്നായിരുന്നു ഈ അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം. ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ അത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ചില വാക്യങ്ങൾ വായിച്ച് നമ്മളെ സഹായിക്കും. അത് അർത്തമിസ് മഹാദേവി അന്നത്തെ 7 അതിശയങ്ങളിൽ ഒന്നായിരുന്നു. അത് തൂക്കുവനങ്ങൾ, നമ്മുടെ ബാബിലോൺ നെബൂഖദ്നേസർ രാജാവ് സ്ഥാപിച്ച തൂക്കുവനങ്ങൾ, അതും 7 അതിശയങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നും 7 അതിശയങ്ങളുണ്ട്. ഇത് പുരാതന കാലത്തെ 7 അതിശയങ്ങളിൽ ഒന്നായിരുന്നു അർത്തമിസ് മഹാദേവിയുടെ ഈ ക്ഷേത്രം. ഇവിടെ എങ്ങനെയാണ് സഭ കടന്നു വന്നത്? ആദ്യമായിട്ട് നമ്മൾ മുഖവരിയാണ് പറയുന്നത്. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം അവരുടെ മുഖവരിയാണ്. അത് 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രശംസയാണ്. 4-ാം വാക്യം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറ്റമാണ്. അത് 5-ാം വാക്യത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രബോധനമാണ്. 6-ാം വാക്യത്തിൽ അവർക്കുള്ള നന്മയാണ് നിക്കോലാവരുടെ നടപ്പ്. ആരാണ് നിക്കോലാവർ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഈ ക്ലാസ്സിൽ വ്യക്തമായി പഠിപ്പിക്കുന്നതായിരിക്കും. 7-ാം വാക്യത്തിൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഇങ്ങനെ 6 ഭാഗമായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ആൾക്കാർ എഴുതിയെടുക്കുന്നവരുണ്ട്. 1-ാം വാക്യം മുഖവര, 2ഉം 3ഉം വാക്യങ്ങൾ പ്രശംസ. 7 കൂട്ടം കാര്യങ്ങൾ അവരെ കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യമാണ് അവരെ കുറിച്ചുള്ള കുറ്റം. എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. പ്രശംസിക്കുക മാത്രമല്ല, നമ്മൾ പ്രശംസിച്ചിട്ടങ്ങ് പോകും, എന്നാൽ കുറവ് ചൂണ്ടിക്കാണിക്കത്തില്ല. കർത്താവ് പറഞ്ഞു ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ആ കുറ്റം പറയുക മാത്രമല്ല, അവർക്കൊരു പ്രബോധനം കൊടുത്തു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർക്കണം എന്ന് പറഞ്ഞ് പ്രബോധനം കൊടുത്ത് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. അതാണ് 5-ാമത്തെ വാക്യം, പ്രബോധനം. എന്നാൽ അവർക്ക് ഒരു നന്മയുണ്ടായിരുന്നു. നിക്കോലാവരുടെ ഉപദേശം, ദുരുപദേശം നിങ്ങൾ പകയ്ക്കുന്നു എന്ന് ഒരു നന്മ നിന്നെ കുറിച്ച് പറയാനുണ്ട്. ആ നന്മയും കർത്താവ് വിട്ടുകളയുന്നില്ല. 7-ാമത്തെ വാക്യത്തിൽ ജയിക്കുന്നവന് പ്രതിഫലത്തെ കുറിച്ചാണ്. ഞാൻ ആ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇങ്ങനെ 6 ഭാഗമായിട്ടാണ് ഈ എഫെസോസ് സഭയുടെ ദൂത് വിഭജിച്ചിരിക്കുന്നത്. ഇനിയും ഈ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ സഭയുടെ ആരംഭം ഒന്ന് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. അപ്പൊല്ലോസ് കൊരിന്തിയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതാകുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എഫെസോസ് സഭയുടെ ആരംഭമാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. ഇതിനു മുൻപ് അപ്പോസ്തലനായ പൗലോസ് ഈ എഫെസോസിൽ നിന്ന് സന്ദർശിച്ച ആ ഭാഗം 18-ാം അധ്യായം
19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18-19 മുതൽ 22 വരെ അന്ന് അദ്ദേഹം ശബത്തിൽ പോയി ഈ അവിടുത്തെ പള്ളിയിൽ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അവിടെ കുറച്ചാളുടെ താമസിക്കണം എന്ന് പറഞ്ഞ് പൗലോസ് അവിടുന്ന് വിട്ടുപോവുകയായിരുന്നു. എന്നാൽ കുറെ കാലം കഴിഞ്ഞിട്ട് അതേ നമ്മൾ വായിക്കുന്ന അതേ പൗലോസ് അവിടെ സന്ദർശിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ വായിക്കുന്ന 19-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പല്ലോസ് എങ്ങനെ വായിച്ചേ? ഒന്നോട് വായിച്ചേ. അപ്പല്ലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പല്ലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അത് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. നേരത്തെ പൗലോസ് അവിടെ ഒന്ന് സന്ദർശിച്ചാണ്. തന്റെ ഈ പ്രവർത്തനങ്ങളുടെ എഫെസോസിൽ ശുശ്രൂഷിച്ച അനേക ശുശ്രൂഷകന്മാരുണ്ട്. ആ ശുശ്രൂഷകന്മാരുടെ പേരിലൊക്കെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഞാൻ ആ ബാക്കിയൊന്നും കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുത്തില്ല. ഇന്ന് നമ്മൾ വായിക്കുന്ന റെഫറൻസ് എല്ലാം അഗാപ്പെ ആ സൈറ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങൾ അഗാപ്പയുടെ സൈറ്റിൽ പോയിട്ട് അത് എഴുതിയെടുത്താൽ കുറച്ചുകൂടെ പ്രയോജനമായിരിക്കും. ഇവിടെ ശുശ്രൂഷിച്ച സുവിശേഷന്മാര് പൗലോസിന്റെ പ്രവർത്തനം കൊണ്ട് അനേക സുവിശേഷന്മാർ ഇവിടെ എഴുന്നേക്കാൻ തക്കണ്ടിയായി. എഫെസ്യ ലേഖനം 6:21, 2 തീമോത്തിയോസ് 4:12 തികിക്കോസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസനെ നമുക്ക് അവിടെ കാണുവാൻ തക്കണം കഴിയും. അവരൊക്കെ ഇവിടുത്തെ ശുശ്രൂഷകന്മാരായിരുന്നു. അതുപോലെ തന്നെ അക്വിലാസും പ്രിസ്കില്ലയും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് 18-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അക്വിലാസിനെയും പ്രിസ്കില്ലയെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. പൗലോസിന്റെ കഷ്ടത വന്നപ്പോൾ അക്വിലാസും പ്രിസ്കില്ലയും തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. പലപ്പോഴും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തക്കോണം സഹായിച്ച ഒരു കുടുംബമായിരുന്നു അക്വിലാസും പ്രിസ്കില്ലയും. അത്രമാത്രം സുവിശേഷ വേലയ്ക്ക് കഴുത്ത് പോലും വെച്ചു കൊടുക്കാൻ തയ്യാറായ ഒരു കുടുംബമാണ്. അതുപോലെ അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ശുശ്രൂഷിച്ചാണ്. ഇവരൊക്കെ ഈ എഫെസോസിൽ പൗലോസ് ആസിയയിൽ താമസിക്കുന്ന സന്ദർഭത്തിങ്കിൽ അത് ഏകദേശം 3 വർഷക്കാലം താമസിച്ചു. അതിന്റെ തെളിവ് നമ്മൾ വായിക്കാൻ പോവുകയാണ്. തന്റെ ആ പ്രവർത്തനം കൊണ്ട് അപ്പല്ലോസ് എഴുന്നേറ്റു. അപ്പല്ലോസ് അക്കാലത്തെ ഏറ്റവും വലിയൊരു പ്രാസംഗികനായിരുന്നു. അപ്പല്ലോസിന്റെ പ്രസംഗത്തോട് ആർക്കും എതിർത്ത് നിൽപ്പാൻ തക്കണൊക്കത്തില്ലായിരുന്നു. ഇതെല്ലാം പൗലോസ് ആസിയിൽ പ്രവർത്തിച്ച എന്ന് പറഞ്ഞ തുർക്കി എന്നാണ് അതിന്റെ അർത്ഥം. തുർക്കിയിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ എഴുന്നേറ്റ വീരന്മാരാണ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ ബൈബിളിൽ ഗായോസ്, അരിസ്റ്റോക്കോസ്, ഇവരൊക്കെ ഈ എഫെസോസിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ദാസന്മാരാണ്. പൗലോസ് ആസി എന്ന് പറഞ്ഞ തുർക്കിയിൽ, നമ്മൾ ബൈബിളിൽ ഏഷ്യ മൈനർ എന്ന് വായിക്കുന്നു. എന്നാൽ ആ ഏഷ്യൻ ഭൂഖണ്ഡമല്ല, ഇത് തുർക്കി രാജ്യത്തെ ഉദ്ദേശിച്ച് ഇപ്പോഴത്തെ ഭാഷയിൽ തുർക്കി ഉള്ള സഭകളാണ് ഈ 7 സഭകൾ. ഇന്നും അവിടെ ആ സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഇന്നുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ പോയി അതേ പ്രസംഗിക്കുകയും അവിടെ പോയി തിരുവത്താഴ ശുശ്രൂഷയൊക്കെ ഓരോ സ്ഥലത്തും പോയി അവരുടെ യാത്രയിൽ തിരുവത്താഴ ശുശ്രൂഷ വരെ നടത്തിയ ആൾക്കാർ എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എത്ര സന്തോഷകരമാണെന്ന് വിചാരിക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അവിടെ പോയെന്ന് കാണാൻ നിൽക്കണമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ യുദ്ധം എല്ലാം കടന്നു വന്ന് പിന്നെ ഞാനതെല്ലാം അങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു. അത് ഇതുവരെയും കാണാൻ ഒക്കാത്ത പ്രിയപ്പെട്ടവര് ഇവിടെ എല്ലാം ഒന്ന് സന്ദർശിച്ചാൽ നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിച്ചു വരും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പൗലോസ് ഇവിടെ നമ്മൾ 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അപ്പല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അവർ 12 പേരുണ്ടായിരുന്നു. ഇവരുടെ ഉത്സാഹം, ഇവരുടെ പ്രവർത്തനം എല്ലാം കണ്ടപ്പോൾ പൗലോസ് വിചാരിച്ചു ഇവർ പെന്തക്കോസ്തുകാരാണെന്ന് വിചാരിച്ചു. അത്രമാത്രം ഉത്സാഹമാണ്. അപ്പൊ പൗലോസ് അവരോട് ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉടനെ അവരെല്ലാവരും കൂടെ പറഞ്ഞു, അയ്യോ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പം പൗലോസിന് സംശയമായി, എന്നാൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ദൈവത്തിന് സ്തോത്രം. അവർ പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ സ്നാനമായിരുന്നു. ഉടനെ ഇവിടെ ഒരു വ്യാഖ്യാനം കൂടെ പറഞ്ഞു, സംശയം കൂടെ തീർത്ത് എനിക്ക് മുന്നോട്ട് പോകണം, അതിനാണ് ഈ ഭാഗത്തേക്ക് കടന്നു വന്നത്. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ഇവർ പരിശുദ്ധാത്മാവെന്നൊരു വാക്ക് പോലും കേട്ടിട്ടില്ല. നിങ്ങൾ കുറിക്കൊള്ളണം. ഉടനെ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ഉടനെ അവർ പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ സ്നാനം, അത് മാനസാന്തര സ്നാനമാണ്.
അപ്പം പൗലോസ് പറഞ്ഞു, അയ്യോ അതിന്റെ ടൈം കഴിഞ്ഞു പോയി. അവന്റെ പിന്നാലെ വന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അവരെ അഴിച്ച് സ്നാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, നോക്കണമേ, ഇവിടാണ് സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്ന. അവിടെ അന്ന് അക്കാലത്ത് യേശു ആയിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം. മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ വേറെ ഒരു നാമമില്ല, യേശുവിന്റെ നാമം. അപ്പോ നസ്രയന്റെ പിൻഗാമികൾ എന്നാണ് ഇവരെ വിളിക്കപ്പെടുന്നത്. അപ്പം അവിടെ എഴുതിയപ്പോൾ അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. 4 സ്ഥലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു, ഇങ്ങനെ ഉള്ള പദം. പിന്നെ ഒരു നാമവും പറയാതെ സ്നാനപ്പെട്ടാൽ എഴുതിയിട്ടുണ്ട്. അത് അവർ പീലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റു. അപ്പൊ ഈ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം വിളക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ യേശു നാമക്കാരുടെ വന്നസുകാരുടെ ദുരുപദേശ ഖണ്ഡനം എന്ന് പറയുന്ന ഒരു പ്രസംഗം എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ അവരുമായിട്ട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ സംവാദത്തിൽ അവർ പരാജയപ്പെട്ടു പോകാനൊക്കെ വേണ്ടിയായിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നാനം പഠിപ്പിച്ചത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അതാണ് കൽപ്പന. ആ കൽപ്പന അനുസരിച്ചാണ് അവർ സ്നാനമേറ്റത്. എന്നാൽ ഇവർ യേശുവിന്റെ നാമക്കാർ, നസറേന്റെ നാമക്കാർ എന്ന് പറഞ്ഞ് അത് ആ നിലയിലാണ് ഇവരെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അവർ നടത്തിക്കൊണ്ടിരുന്ന സ്നാനം പിതാവിന്റെയും, ആ ഫോർമുല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു വിശദീകരണം തരാം. അവരുടെ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരുന്നു. കർത്താവ് പഠിപ്പിച്ച ഫോർമുല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും. നിങ്ങൾ നോക്കണമേ, ഒരു നാമം പറയാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അവർ വചനം കേട്ടപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റു എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നാമം പറഞ്ഞിട്ടില്ല. പീലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റു. അപ്പൊ ഒരു കൂട്ടർ പറയാ, ആരെയും വിശ്വസിക്കണ്ട, പീലിപ്പോസിനെ വിശ്വസിച്ചാൽ മതി, പീലിപ്പോസിന്റെ നാമത്തിൽ സ്നാനം വെക്കുക. ചിലർ പറയും ഒരു നാമം പറയണ്ട, അതേ സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്റെ നാട്ടില് അങ്ങനെ ഒരു അപ്പച്ചൻ പോയി തന്നെത്താൻ സ്നാനപ്പെട്ടു. പുള്ളി പറഞ്ഞ സ്നാനപ്പെടുത്താൻ തെക്കൊണ്ടും ഞാൻ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ അതേ ഒരു തോടിന്റെ അകത്ത് പോയിട്ട് പുള്ളിയോട് തന്നെ പുള്ളി ചോദിച്ചു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ അവിടെ തന്നെത്താൻ ഞാൻ അതേ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നു പറഞ്ഞു സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ, അദ്ദേഹം അവസാനം വരെ സ്നാനപ്പെടാനൊക്കെ വേണ്ടിയായില്ല. അപ്പൊ ഞാൻ പലപ്പോഴും, അന്ന് ഞാൻ കൊച്ചനായിരുന്നു, അദ്ദേഹത്തോട് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പൈതല് പീലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റെന്ന് എഴുതിയപ്പോൾ പീലിപ്പോസിനെ വിശ്വസിച്ചാൽ മതിയല്ലോ. ഒരു നാമം പറയാൻ സ്നാനമേറ്റതായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ മക്കളെ, അവർ സ്നാനം കൊടുത്തത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ 19-ാം അധ്യായത്തിൽ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇല്ല. ഉത്തരവാദ. അപ്പൊ അർത്ഥം ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം പറയുമല്ലോ, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ സ്നാനമായിരുന്നു. അവന്റെ പിന്നാലെ വന്ന യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അവരെ വീണ്ടും അഴിച്ച് സ്നാനപ്പെടുത്തത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഫോർമുല വിട്ട് ഒരുത്തരും സ്നാനം അങ്ങനെ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ അങ്ങനെ പലരെയും ഇവിടെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. വചനം പഠിപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ സ്നാനം മാത്രം ഏറ്റിട്ട് വന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിച്ച ഫോർമുല അനുസരിച്ച് ഞാൻ അഴിച്ച് സ്നാനപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ എഫെസോസിൽ അവർ സ്നാനമേറ്റു, സഭയുടെ ആരംഭം കുറിച്ചു. എഫെസോസിൽ 12 പേര് സ്നാനപ്പെട്ടു. അതിനുശേഷം അവിടെ വലിയ പ്രവർത്തനം നടക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ആരംഭമാണ് എഫെസോസ് സഭയുടെ ആരംഭമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പൗലോസ് അവിടെ എത്ര കാലം താമസിച്ചെന്നറിയാമോ? മൊത്തം 3 വർഷം എഫെസോസിൽ താമസിപ്പാൻ തക്കനിടയായി തീർന്നു. 20-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 20:31 വായിച്ച്. 20:31. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ,
ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നോക്കട്ടെ, 3 വർഷം, മൊത്തം 3 വർഷം എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസ് താമസിച്ചു. ഇപ്പൊ മിലോത്തോസിൽ തന്റെ മിഷണറി യാത്രയിൽ അതേ മിലോത്തോസിൽ എഫെസോസിൽ നിന്നുള്ള മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരെ ഗുണദോഷിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ, അതിന്റെ ആരംഭം മുതൽ വായിക്കണം. ആ ഭാഗത്തേക്ക് നമുക്കിപ്പൊ കിടക്കണ്ട. പൗലോസ് അവരുമായിട്ട് അതേ നിങ്ങൾ ഉണർന്നിരിക്കണം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും, ഉണർന്നിരിപ്പീൻ. ഞാൻ 3 വർഷം പൗലോസ് മൊത്തം 3 വർഷം ആസിയിൽ തുർക്കിയിൽ താമസിച്ച് സഭകൾ സ്ഥാപിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ പൗലോസ് ഈ എഫെസോസിലെ 12 പേർ സ്നാനപ്പെട്ടതിന് ശേഷം താന് കൊർന്നല്യോസിന്റെ പാഠശാലയിൽ 2 വർഷം ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുകയുണ്ടായി. 19-ാം അധ്യായം 9-10 വാക്യം വായിച്ച മോളെ. 19-9-10. എന്നാൽ ചിലർ അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുർന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. 2 വർഷത്തോളം കൊർന്നല്യോസിന്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിക്കാനിടയായി. ഞാൻ ഈ അഗാപ്പെ ബൈബിൾ കോളേജിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബൈബിൾ പഠനത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. എത്രയോ ദൈവദാസന്മാർ, അറിവുള്ളവർ, പാണ്ഡിത്യം നേടിയവർ പഠിപ്പിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഈ ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വചനം പഠിക്കാൻ തക്കവണ്ണം പ്രാധാന്യം കൊടുക്കണം. അനേകർക്ക് വചനം പഠിക്കാൻ തക്കവണ്ണം ആഗ്രഹമില്ല, ശ്രദ്ധിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു മെഡിക്കൽ കോളേജിലെ പഠനം പൂർത്തീകരിക്കപ്പെടുകയാണ്. അവസാനം വന്നപ്പോൾ 15 വിദ്യാർത്ഥികളുണ്ട്. 15 വിദ്യാർത്ഥികളെ അതിന്റെ ഏറ്റവും വലിയ പ്രൊഫസർ അവരുടെ ഫൈനൽ എക്സാമിനേഷൻ വരികയാണ്, ഫൈനൽ ട്രെയിനിങ് വരികയാണ്. അവരെ വിളിച്ചു കൂട്ടി വട്ടത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, 2 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അതിലൊന്ന്, അതേ നമുക്ക് അറപ്പുണ്ടായിരിക്കാൻ പാടില്ല. അറപ്പ് കാരണം പേഷ്യൻസിനെ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തെ അവരുടെ മലം വീണെന്നിരിക്കും. അത് പല നിലയിലുള്ള അവരുടെ കാപം എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അറപ്പുണ്ടാകാൻ പാടില്ല. 2ാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ശ്രദ്ധിക്കണം. ഈ 2 കൂട്ടം കാര്യങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനൊരു പരീക്ഷ നടത്താൻ പോവുകയാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ മാർക്ക് കുറയാതെ ഗ്രാജുവേറ്റ് ചെയ്തു പോകാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങള് സാർ പറയുന്നോട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ, ഈ പ്രൊഫസർ, ഇവരെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഈ പ്രൊഫസർ, അദ്ദേഹം ഒരു പാത്രത്തിൽ, അതേ ഒരു ഗ്ലാസ്സിൽ മൂത്രം കൊണ്ടുവന്നു. മൂത്രം. അപ്പൊ അവരോട് പറഞ്ഞു, ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. മൂത്രമാണ്. ഓക്കെ. അദ്ദേഹം തന്റെ വിരൽ മൂത്രത്തിട്ടിട്ട് ഈ പ്രൊഫസർ തന്റെ നാക്കത്തു എന്നിട്ട് പറഞ്ഞു, ഞാൻ കാണിക്കുന്നവർ നിങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. ഈ 16 പേരും ഈ മൂത്രത്തിന്റെ അകത്ത് വിരലിട്ടിട്ട് അസംമൂത്രമാണ് തങ്ങളുടെ നാക്കത്തോട്ട്. ഉടനെ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ മൂത്രത്തിൽ വിരലിട്ടത് എന്റെ ചൂണ്ടുവിരല, പക്ഷെ എന്റെ നാക്കത്തോട്ടത് റിങ് വിരല. നിങ്ങളത് ശ്രദ്ധിച്ചില്ല. നോക്കണമേ, ഇതുപോലെ ദൈവജനം പഠിക്കാൻ ആൾക്കാരിക്കുമ്പോഴും ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ മൂത്രത്തിൽ എന്റെ വിരലിട്ടത് ചൂണ്ടുവിരൽ, പക്ഷെ എന്റെ നാക്കത്തോട്ടത് എന്റെ റിങ് വിരൽ ഇതായിട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട്, ശ്രദ്ധ ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്കിത് പഠിക്കാൻ തക്ക നോക്കത്തില്ല. 3 വർഷം എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസ് താമസിച്ച് ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യുവാൻ തക്കണം ഇടയായി തീർന്നു. AD 55 എഫെസോസിൽ ഈ സഭ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഇവിടെ ഒരു മൃഗയുദ്ധം ചെയ്തെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 15:32 വായിച്ചേ. 1 കൊരിന്ത്യർ ഞാൻ എഫെസോസിൽ വെച്ച് ഞാൻ ആ വാക്യം പറയട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 32-ാം വാക്യം. ഇനി മൈര. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം?
മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. നോക്കണമേ, ഒരു മൃഗയുദ്ധമാണ് ഈ എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസ് ചെയ്തത്. നിങ്ങൾ ഇതിന്റെ 19-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ഈ വായിക്കണ്ട, നിങ്ങൾ പിന്നെ വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ 23 മുതൽ അക്കാലത്ത് അർത്തമിസ് മഹാദേവിയെ കുറിച്ചുള്ള ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായി. ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി. തനിക്കിത് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. കാരണം ഈ വിഗ്രഹം വിറ്റാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ ഇവര് എംപ്ലോയീസിന്റെ മീറ്റിംഗ് വിളിച്ചു വിട്ടിട്ട് പറഞ്ഞു, ആകെപ്പാടെ കുഴഞ്ഞിരിക്കുകയാണ്, ഭൂമിയിലെങ്ങും അത് സേവിച്ചു വരുന്ന, ഭക്തിയോടെ സേവിച്ചു വരുന്ന അതേ നമ്മ അർത്തമിസ് മഹാദേവി, അവൾ ദേവി അല്ല എന്ന് പറഞ്ഞ് പൗലോസ് പ്രസംഗിക്കുന്നു. ഇതായിരുന്നു വിഷയം. ഉടനെ ഇവരെല്ലാം കൂടെ കിടന്ന് കൂകാൻ തുടങ്ങി. ആൾക്കാരെല്ലാം ഓടിക്കൂടി കേട്ടോ. ആ സമയത്ത് ഭയങ്കര പ്രശ്നം അവിടെ ഉണ്ടായി. ദമത്രോസ് എന്ന് പറഞ്ഞ തട്ടാനാണ്. കടന്നു വന്നവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അങ്ങനെ കൂവുന്ന ആൾക്കാരില്ലേ, ചിലർ ഇങ്ങനെയും കൂവും, ചിലർ അങ്ങനെയും കൂവും. ജനറൽ ബോഡിയിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് വിഷയമൊന്നും പിടികിട്ടത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് കൂവുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവർ ഇങ്ങനെയും വാർത്തു അങ്ങനെയും വാർത്തു എന്നവിടെ കാണുന്നു. അവിടുന്ന് ദമത്രോസ് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പട്ടണ മേനവന് എഴുന്നേറ്റാണ് സഭയെ പിരിച്ചുവിട്ടത്. ഇന്നത്തെ ഈ കൂട്ടത്തിൽ നമ്മൾ കുറ്റക്കാരായി തീരും എന്ന് പറഞ്ഞ് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവ സഭ പിരിച്ചുവിടുവാൻ തക്കടിയായി. വലിയ മൃഗയുദ്ധം അവിടെ നടത്തുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ സഭയിൽ കുറെ നാൾ ശുശ്രൂഷിച്ചാണ്. പൗലോസ് പോയതിനു ശേഷം തിമോത്തിയോസിനെ ഇവിടുത്തെ പാസ്റ്ററാക്കാൻ തക്കടിയായി. 1 തിമോത്തിയോസ് 1:3 വായിച്ച്. 1 തിമോത്തിയോസ് 1:3. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്കു മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കോദിനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. നീ എഫെസോസിൽ താമസിച്ച് പ്രവർത്തിക്കണം കേട്ടോ. ഈ തിമോത്തിയോസ് എഫെസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുന്ന സമയത്താണ് അപ്പോസ്തലനായ പൗലോസിനെ റോമിലെ കാരാഗ്രഹത്തിൽ പിടിച്ചിടുവാൻ തക്കണം ഇടയായി തീർന്നത്. ആ 2 തിമോത്തിയോസ് എഴുതുന്ന ലേഖനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അപ്പൊ തിമോത്തിയോസ് എഫെസോസിലെ പാസ്റ്ററായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലനും ഈ സഭയുടെ പാസ്റ്ററായി സേവനം അനുഷ്ഠിച്ച സമയത്താണ് തന്നെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തിയത്. അപ്പൊ എഫെസോസ് എന്ന് പറയുന്ന ഈ സഭ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സഭയായിരുന്നു. അനേകരെ അതേ അവിടെ കൂടി വന്ന് ആരാധിക്കത്തക്ക ഒരു വലിയ സഭയായി അനേക സുവിശേഷ പ്രവർത്തകർ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സഭയ്ക്കാണ് ഈ ദൂത് കൊടുക്കുന്നത്. നിങ്ങൾ ഏകദേശം എഫെസോസ് സഭയെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. എഫെസോസിൽ തിമോത്തിയോസ് ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് റോമിലെ 2 തിമോത്തിയോസിൽ ലേഖനം എഴുതുമ്പോൾ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാഴ്ച അവിടെ വെച്ച് താൻ തിമോത്തിയോസിന് 6 കൈവശമോ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. അത് തിമോത്തിയോസേ, നീ എത്രയും വേഗം എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു കേട്ടോ. ആ 2 തിമോത്തിയോസ് 4-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പൗലോസ് റോമിലെ അകത്തെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്താണ് തിമോത്തിയോസേ, നീ എത്രയും വേഗം എന്നെ ഒന്ന് കാണാൻ വരണം. കാരണം താൻ പറയുന്ന വാചകം, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, എന്റെ ഡിപ്പാർച്ചർ അടുത്തിരിക്കുന്നു. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മരണം എന്ന് പറയുന്നത് ഒരു ഡിപ്പാർച്ചറാണ്, ഒരു യാത്രയാണ്. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. നീ വരുമ്പോൾ വലിയ തണുപ്പ് വരാൻ പോവുകയാണ്, ശീതകാലം വരാൻ പോവുകയാണ്. വരുന്ന സമയത്ത് എന്റെ പുതപ്പൂടെ ഒന്ന് കൊണ്ടുവരണം. താൻ മരിക്കുന്ന സന്ദർഭത്തിൽ തനിക്കുണ്ടായിരുന്ന അതേ സമ്പാദ്യം എന്ന് പറയുന്നത് പുതപ്പ് മാത്രമായിരുന്നു, ഒരു പുതപ്പ്. അതുപോലെ എന്റെ ചില പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ കൊണ്ടുവരണം. തിമോത്തിയോസിന് കേട്ട ഉടനെ താന് സഭാ ശുശ്രൂഷയിൽ നിന്ന് അല്പകാലം അവധിയെടുത്ത് വളരെ മൈൽ നടന്ന് റോമിലേക്ക് കടന്നു ചെന്നു. ഈ പുതപ്പും ഈ പുസ്തകങ്ങളെല്ലാം തൂക്കിപ്പിടിച്ചുകൊണ്ട് 19 മൈൽ യാത്ര ചെയ്ത് റോമിലെ കാരാഗ്രഹത്തിലേക്ക് ചെന്നു. താൻ ചെല്ലുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസിനെ നീറോ ചക്രവർത്തി, അന്നത്തെ ചക്രവർത്തി, അതേ കൊന്നുകളയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതിനു മുമ്പ് താൻ പറഞ്ഞ വാചകം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീ എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസിന്റെ സമ്പാദ്യം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഒരു പുതപ്പ് എന്ന് സ്വതന്ത്രം. ചില പുസ്തകങ്ങള് താനൊന്നും സമ്പാദിച്ചില്ല. താനത് കപ്പലിന്റെ ഉടമസ്ഥന്റെ മകനായിരുന്നു.
അതേ തനിക്ക് ലഭിച്ച വീതം മുഴുവൻ താൻ വീട് വാടകയ്ക്കെടുത്ത് കൂട്ടുശുഷ്മന്മാരെ സഹായിച്ച് അതേ പ്രവർത്തിച്ച മാതൃക കാണിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുമ്പോഴാണ് തന്നെ നാട് കടത്തിയത്. തിളപ്പിച്ച എണ്ണയിലിട്ടു, അതുകൊണ്ട് കൊല്ലാൻ തക്കൊണ്ട് സാധിച്ചില്ല. പിന്നെ തന്നെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത് ഈ എഫെസോസ് സഭയുടെ ശുശ്രൂഷനായിരിക്കുമ്പോഴാണ്. അതിന്റെ 1-ാമത്തെ വാക്യമാണ് അതിന്റെ മുഖര. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലകൾക്കിടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് പറയാണ്, 7 പൊൻനിലകൾക്കിടെ നടുവിൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയുടെ നടുവിൽ നടക്കുന്നു. അതാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ നടുവിൽ എന്നുള്ള വിഷയം 1-ാം അധ്യായത്തിൽ നമുക്ക് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അതേ 1-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അത് ഇവിടെ വായിക്കുന്നത്, ഞാൻ തിരിഞ്ഞപ്പോൾ അഗ്നിജ്വാലിക്കത്ത കണ്ണുള്ളവൻ മാർത്ത് പൊൻകച്ച കെട്ടിയവനായി 7 സഭകളുടെ നടുവിൽ നടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണുവാൻ കഴിയുന്നത്. യേശു എപ്പോഴും സഭയുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമക്കൾ ആരാധിക്കുന്ന സഭയിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സഭയുടെ നടുവിൽ നടക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ. കർത്താവ് പറഞ്ഞില്ലേ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ആ നടുവിൽ ഒറ്റയ്ക്കുള്ളെങ്കിൽ നമ്മുടെ അരികത്ത് കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാതിലടച്ചിരിക്കേ ശിഷ്യന്മാരെല്ലാം ഭാരപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നടുവിൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. 1-ാം വാക്യം മുഖവര, അവനാണ് അരുളി ചെയ്യുന്നത്. അതെ, ഇനിയും 2-3 വാക്യങ്ങൾ വായിച്ചാണ്ട് 2-3 വെളിപ്പാട് 2-3. ഞാൻ നിന്റെ പ്രവൃത്തിയെയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരിലല്ലാതെ ഇരിക്കാതെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. നോക്കണമേ, ഞാൻ അറിയുന്നു. 7 കൂട്ടം പ്രശംസയാണ് ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ ഇനിയും ചിന്തിക്കാൻ തക്കൊണ്ട് പോകുന്നത്. ഈ എഫെസോസ് സഭ ചെറിയൊരു സഭയായിട്ട് നമ്മൾ വിചാരിക്കരുത്. ഇതിന്റെ തല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സഭയുടെ തല കർത്താവായ യേശു ക്രിസ്തുവാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. സഭയുടെ തല കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുന്നു. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാമത്തെ വാക്യം അത് നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 23-14 നമ്മൾ വായിക്കുമ്പോൾ, വായിക്കാമോ? നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. എത്ര നല്ല ദൂത! ദൈവം പാളയത്തിന്റെ മധ്യേ, ഇസ്രായേലിന്റെ മധ്യേ നടക്കുന്നു. വെളിപ്പാട് 1:13 നിലവിളക്കുകളുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ കാണുന്നു. ആ സഭയോട് പറയാണ്, നമ്മൾ 2-3 വാക്യം വായിക്കുമ്പോൾ, 1, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ ഓരോന്നും ചിന്തിക്കാൻ തക്കോണം. ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 7 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രവൃത്തി, പ്രയത്നം, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞവരെ കള്ളന്മാരെന്ന് കണ്ടത്, 6 എന്റെ നാമനിമിത്തം സഹിച്ചത്, 7 തളർന്നു പോകാത്തത്. ഇത് നമുക്ക് അല്പസമയം ഒന്ന് വിവരിക്കണേ. നിങ്ങൾ സന്തോഷത്തോടിരിക്കണം. ആ ഡോക്ടർ കണ്ടുപിടിച്ച പോലെ നമ്മുടെ സർത്താലുക്കളായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ മറക്കത്തില്ല. വീട്ടിൽ ചെന്ന് അച്ചായനും ചാത്തില്ലെങ്കിൽ അച്ചായനോട് ഭർത്താവിനോട് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. അപ്പൊ ഇവർ വായിക്കുന്നുണ്ട്, അറിയാമോ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എല്ലാ സഭകളോടും പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദൂതാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ വലിയ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് വരും, വലിയ കാര്യങ്ങളെ. പക്ഷെ കർത്താവാണ് ഇതെല്ലാം അറിയുന്നത്, കർത്താവാണ് ഇതെല്ലാം ശോധന ചെയ്യുന്നത്. എല്ലാ സഭയോടും പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി 9-ാമത്തെ വാക്യം വായിച്ചേ. 9. അയ്യോ മിടുക്കരല്ലേ, നിങ്ങൾ വായിച്ചേ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ താനും
തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നോക്കാം, ഈ 7 സഭയുടെ ഞാൻ വാക്യങ്ങൾ പറയാം, നിങ്ങൾ എഴുതിയെടുത്തു. അത് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ അത്ര നമുക്ക് സമയം പോകും. 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 9-ാം വാക്യത്തിൽ ഓരോ സഭയും പറയാണ്. 13-ാമത്തെ വാക്യത്തിൽ, 19-ാമത്തെ വാക്യത്തിൽ. ഇത് 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നതാണ്. എഴുതിക്കണേ, 2-ന്റെ 2, 2-ന്റെ 9, 2-ന്റെ 13, 2-ന്റെ 19. ഇനി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ന്റെ 1, 3-ന്റെ 8, 3-ന്റെ 15. ഇവിടെ എല്ലാം കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നടുവിൽ നടക്കുന്ന കർത്താവ്, നമ്മൾ സാക്ഷിയൊക്കെ പറയുമല്ലോ, ഇതെല്ലാം കർത്താവ് അത് കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. അതേ നമ്മുടെ സാക്ഷ്യം അതിശയോക്തി പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാം കർത്താവ് അറിയുന്നു. അത് 5 പേര് കൈവയ്ക്കാൻ പറയും, 500 പേര് കൈവയ്ക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അത് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്പർ കൂട്ടി പറയുമ്പോൾ അത് അദ്ദേഹം കൂടെ ദൈവനാമം മഹത്വപ്പെടുകയാണ്. അതാണ്, കള്ളം പറഞ്ഞാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. എനിക്ക് ആളുടെ പേര് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ പേര് പറഞ്ഞാൽ ഞാൻ അവരൊക്കെ ആക്ഷേപിക്കുന്ന പോലെ വരും. അതിശയോക്തി ഒരിക്കലും പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 1-ാമത്തെ വിഷയം ഇവിടുത്തെ പ്രവൃത്തിയാണ്. ഈ എഫെസോ സഭ നല്ലവണ്ണം പ്രവൃത്തി ഉള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ തബീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവള് മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവൾ വിധവമാരെ വളരെയധികം, 9-ാം അധ്യായം 26-ാമത്തെ വാക്യം എടുത്തോ. അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ഓക്കെ, 9-ാം അധ്യായം 26-ാമത്തെ താട്ട് വായിക്കുമ്പോൾ തബീത എന്ന പേടമാനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവള് മരിച്ചുപോയപ്പോൾ അവളുടെ വിധവന്മാര്, ഞാൻ ബാക്കി തെറ്റിപ്പോയത്, വിധവന്മാര് എല്ലാവരും അവള് ചെയ്ത, അത് നിങ്ങൾ ആ ഭാഗത്ത് വായിച്ചോണം. എന്തോ അവൾ വളരെ സൽപ്രവൃത്തികളും ചെയ്തു പോന്നവളായിരുന്നു. അവൾ സൽപ്രവൃത്തികൾ ചെയ്തു പോന്നായിരുന്നു. ഞാനാണ് തെറ്റിച്ചത്, വായിച്ച ആളാണ് തെറ്റിച്ചത്. അദ്ദേഹത്തിന് തോന്നും. അപ്പം ഈ തബീതയെ കുറിച്ച് വായിക്കുന്നത്, അവൾ വളരെ സൽപ്രവൃത്തി, വിധവമാരെ കുറിച്ച് വളരെ കരുണയുള്ളവരായിരുന്നു. അവർക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുക. നോക്കണമേ, അവൾ മരിച്ചു കഴിഞ്ഞപ്പം അവർ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്ന നിലവിളിയുണ്ടോ? ദൈവത്തിന് സ്വന്തം. രണ്ട് മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ദൈവമേ പുള്ളി പോയത് നന്നായി എന്നേ പറയത്തുള്ളൂ. ദൈവം. എന്നാൽ ഈ പെൺകുട്ടിയെ കുറിച്ച് വിലപിക്കുന്നു. അന്നേരമാണ് പത്രോസ് അവിടെ കടന്നു എന്ന് അതേ ആ പെൺകുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തക്കണം ഇവിടെയായി തീർന്നത്. ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തി എപ്പോഴും നന്നായിരിക്കണം. അതേ, ഒരിക്കൽ ഒരു പെൺകുട്ടിയോട് അപ്പൻ പറഞ്ഞു, ഇടയ്ക്ക് ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിരിക്കാൻ സാധിക്കും എന്താണ് പ്രവൃത്തി എന്നുള്ളത്. അത് ആ പെൺകുട്ടിയോട്, അപ്പൻ കൂലി വിലക്കാരനാണ്, കിട്ടുന്ന പൈസ കൊണ്ട് അതേ വളരെ വിഷമിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, നീ പരീക്ഷയിൽ ഈ പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കാമെങ്കിൽ നിന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അയ്യോ കൊച്ച, പാവപ്പെട്ട വീട്ടിലെ ബിരിയാണി, അക്കാലത്തൊക്കെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യം. ഈ കൊച്ചു കഠിനാധ്വാനം ചെയ്ത് സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ മാർക്ക് മേടിച്ചു. അപ്പന് വാക്ക് പാലിക്കാൻ പറ്റുമോ? പുള്ളി ചില്ലറയല്ലാണ്ട് പെരുക്കപ്പോൾ ഒരു ബിരിയാണിക്കുള്ള പൈസ ഉണ്ട്. ആ ബിരിയാണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് കൊച്ചിനോട് വാക്ക് പാലിക്കാൻ വേണ്ടി 2 ബിരിയാണി മേടിക്കാൻ പൈസ ഇല്ല. ഹോട്ടലിൽ ചെന്നു, നടന്ന സംഭവം. അതേ, ഹോട്ടലിൽ ചെന്നു. അപ്പൊ ഈ കൊച്ചു ബിരിയാണി തോറും വായിക്കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പൊ ഈ കൊച്ചിന്റെ ആവേശമൊക്കെ അടുത്തിരിക്കുന്ന ഒരു പണക്കാരനായിരിക്കുന്ന നല്ല ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അപ്പം നിനക്ക് ഞാൻ ഇത്രയും മാർക്ക് മേടിച്ചോണ്ടാണ് ഈ ബിരിയാണി മേടിച്ചിരുന്നത്. അപ്പൊ 2 ബിരിയാണി പുള്ളി വെച്ചാൽ എന്താ അപ്പൻ ഓർഡർ ചെയ്യാത്ത? ഇല്ല മോളെ, എനിക്ക് നിറഞ്ഞിരിക്കുക, മോള് കഴിക്കേ എന്ന് പറഞ്ഞ് ബിരിയാണി ഓർഡർ ചെയ്തു. ഉടനെ ഇത് കണ്ടോണ്ടിരുന്ന വ്യക്തി ഹോട്ടലുകാരനോട് എന്ന് പറഞ്ഞു, അവർക്ക് 2 ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് പൈസ മേടിക്കരുത്, ഞാൻ അതിന്റെ പൈസ എന്നോളാന്ന് പറഞ്ഞു. ഉടനെ 2 ബിരിയാണി കൊടുത്തു. ഉടനെ പറഞ്ഞു, എനിക്ക് 2 ബിരിയാണി തരാൻ പൈസ ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ 1 ഓർഡർ ചെയ്തു. ഇല്ല, ഇത് മോളിന്ന് ഫസ്റ്റ് റാങ്ക് മേടിച്ചല്ലേ,
സന്തോഷ ദിവസമല്ലേ, അത് ഞങ്ങളുടെ വകയാണ് എന്ന് പറഞ്ഞ് അവരെ കഴിപ്പിച്ച് ഈ പണക്കാരനായ വ്യക്തി ഉണ്ടല്ലോ, ഹോട്ടൽ മാനേജരോട് എന്ന് പറഞ്ഞു, അവരുടെ വീട്ടിൽ അമ്മയ്ക്കൊന്നും ബിരിയാണി ഇല്ല, അതേ വേറെയും അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, അതേ ഒരാഴ്ചത്തേക്കുള്ള ബിരിയാണി പൊതിഞ്ഞെട്ടി കൊടുക്കാൻ പറഞ്ഞു. ആ ഹോട്ടൽ ഉടമ ഒരാഴ്ചത്തേക്കുള്ള ബിരിയാണി അതേ പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിട്ട് കഴിഞ്ഞ് അതേ അവര് വലിയ ആർത്തിയോടെ കൊണ്ടുപോയി, ബിരിയാണി അല്ലേ, ഇപ്പൊ ബിരിയാണി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത് ഓക്കാനും വരും, അതേ വലിയ ബിരിയാണി അല്ലേ, വലിയ സന്തോഷത്തോടെ കഴിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതേ ഈ പെൺകുട്ടി ഉണ്ടല്ലോ പഠിച്ച് കളക്ടറായി. ഞാൻ മനസ്സിലാക്കണം, കളക്ടറായി, ഭയങ്കര ബിസിയാണ്. അങ്ങനെ ഇന്നപ്പോൾ ഈ പണക്കാരനായ വ്യക്തിയുടെ ബിസിനസ് എല്ലാം തകർന്ന് തന്റെ വീട് ജപ്തി ചെയ്യാൻ തക്കൊണ്ട് പോവുക. ബാങ്കിന് നോട്ടീസ് വന്ന് ഇത്ര ദിവസം വീട് ജപ്തി എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് കടം വീട്ടാൻ തക്കൊണ്ട് നിവൃത്തിയില്ല, ബിസിനസ് എല്ലാം പൊട്ടിപ്പോയി. അപ്പൊ ഇദ്ദേഹം തീരുമാനിച്ചു കളക്ടറെ പോയി ഒന്ന് കാണാൻ എന്ന് വിചാരിച്ചു. കളക്ടറെ കണ്ട് ഈ ഇപ്പം ജപ്തി ഇരുന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ നടക്കുമെന്ന് വിചാരിച്ച് ഈ കളക്ടറുടെ വീട്ടിൽ ചെന്നപ്പം ഈ പെൺകുട്ടിയുടെ അപ്പൻ അവിടെ ഉണ്ട്. അന്ന് ഈ ബിരിയാണി മേടിച്ചു കൊടുക്കാൻ വന്ന അപ്പൻ ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അവർ പറഞ്ഞു, അതേ എൻ്റെ മകള് ഏതോ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്, കുറെ കഴിഞ്ഞ് വരും, നിങ്ങൾ ഇരിക്കെന്ന് പറഞ്ഞ് അകത്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ പരിവാരങ്ങളോടെ കളക്ടർ വന്ന് കാറിൽ വന്ന് ഇറങ്ങി. ഈ കളക്ടർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി അന്ന് എനിക്ക് ബിരിയാണി മേടിച്ചെന്ന മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. അവൾ വെളിപ്പെടുത്തിയില്ല. അവരോട് ചോദ്യം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അത് എൻ്റെ ബാങ്ക് എൻ്റെ വീട് ജപ്തി ചെയ്യാൻ വെക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അവരെ വിളിച്ചൊന്ന് പറയണം, ചെയ്യരുത്, ഞങ്ങൾക്ക് വേറെ കിടക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഉടനെ അവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് ഈ കളക്ടർ അതേ ബാങ്കുകാരെ വിളിച്ചു. അത് നിങ്ങളിപ്പം അത് ജപ്തി ചെയ്യരുത്, ഞാൻ കളക്ടറാണ്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല, കാരണം സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി, ഞങ്ങൾക്ക് മേളിൽ നിന്ന് ഓർഡറാണ്, ചെയ്തേ ഒക്കത്തുള്ളൂ. ഉടനെ ഞാൻ പറഞ്ഞു ആ പണം മൊത്തം ഞാൻ തന്നേക്കാന്ന് പറഞ്ഞ് ഈ കളക്ടറുടെ ബാങ്കിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കടമെല്ലാം വീട്ടി, നിങ്ങൾക്ക് ഇനി ബാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞു. ബാധ്യതയൊന്നുമില്ല, നിങ്ങൾ പോയി സ്വന്തമായിരിക്കേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കളക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അപ്പനുമായി ഹോട്ടലിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ ബിരിയാണി വാങ്ങിച്ചു തരാൻ എൻ്റെ അപ്പൻ വന്ന സന്ദർഭത്തിലേ അന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ചു തന്നു. 1-2 ആഴ്ചത്തേക്കുള്ള ബിരിയാണി പൊതിഞ്ഞു കെട്ടി തന്ന ആ കൊച്ചു മോളാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് രാത്രി കാലം ഒരു കരച്ചിലോടെ അവിടെ അവസാനിക്കാൻ നിങ്ങളുടെ പ്രവൃത്തി എന്താണ്? നമ്മുടെ പ്രവൃത്തി സാധുക്കൾ വരുമ്പോൾ മാറ്റിവിടുകയാണോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ ഒരാൾ വിഷമത്തിൽ കടന്നു വരുമ്പോൾ അവൻ ദൈവത്തിന്റെ ദൂതനാണോ ഇല്ലെന്ന് ആരറിയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇവിടെ എപ്പസോസ് സഭയോട് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം. ദൈവത്തിന്റെ പൈതല് ഒരു ദിവസം അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതിന്റെ ഒരു ഭാഗം മാത്രമേ എനിക്കിന്ന് പറഞ്ഞ് തീർക്കാൻ തക്കണം ഒക്കത്തുള്ളൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ സൽപ്രവൃത്തികളിൽ മുൻപന്മാരായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ച് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളെ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മൾ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. എഫെസോസ് സഭയ്ക്ക് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവർ പ്രവൃത്തി ഉള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി 3-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ച് 3:8. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ പ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭം, മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. ഉത്സാഹിതരായിരിക്കണം. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ നിറക്ക് വായിച്ചേ. 14-ാമത്തെ വാക്യം. നമുക്കുള്ളവരും ഫലമില്ലാത്തവരും ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പന്മാരായിരിക്കാൻ പഠിക്കട്ടെ. സൽപ്രവർത്തികളിൽ മുൻപന്മാരായിരിക്കണം കേട്ടോ. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്, ശക്തത. പ്രവൃത്തിയില്ല. ഒരാള് തണുത്ത് വരച്ചു വരുന്നു,
പോയി തീ കാഞ്ഞു, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഗുണദോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഡൽഹിയിൽ 7 വർഷം ശുശ്രൂഷിച്ചതാണ്. അവിടെ ധനവാനായ ഒരു പാസ്റ്ററുണ്ട്, അമേരിക്കയിലൊക്കെ പോയി പണമുണ്ട്. അത് കീഴിലുള്ള പാവപ്പെട്ട ദൈവദാസന്മാർ കടന്നു ചെല്ലുമ്പോൾ പുള്ളി വിശ്വാസം പഠിപ്പിക്കുക. വിശ്വാസം, വീടിന് വാടക കൊടുക്കാനില്ലാതെ, പേരൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, തല്ലിക്കൊന്നാലും പറയത്തില്ല. അതെ അതെ, അവരെ വിശ്വാസം പഠിപ്പിക്കുക, വിശ്വസിക്കണം. വിശ്വാസത്താൽ പുള്ളി തിന്നുന്ന എന്താണെന്ന് അറിയാമോ? ഹോട്ടലിൽ നിന്നൊക്കെ വരുത്തി കെട്ടണക്കിന് ആഹാരം കഴിക്കുക. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് നിന്റെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ പുള്ളിയുടെ വിചാരം എല്ലാവരുടെയും വയറ് നിറഞ്ഞെന്നാ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ? എന്റെ വയറങ്ങോട്ട് നിറഞ്ഞു, അപ്പൊ എല്ലാവരുടെയും വയറ് നിറഞ്ഞു. ആ നില ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ദയ കാണിക്കാതെ, പ്രവൃത്തിയില്ലാത്ത നിന്റെ വിശ്വാസം നിർജീവമാണ്. രാജാവെന്ന് പറയുന്ന വേശ്യ, അവൾ പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ പ്രവൃത്തി വളരെ മനോഹരമായിരിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വായിച്ചോട്ടെ, 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്നു. നമ്മൾ സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. എനിക്ക് അടുത്ത വിഷയം എടുക്കാൻ തക്ക സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം കേട്ടോ. നമ്മൾ പ്രവൃത്തി ഉള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തികളും. എലിസബത്ത് രാജ്ഞി അതേ ദേശപ്രച്ഛന്നയായി നടക്കുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. അതേ പ്രജകളുടെ തന്റെ ജനത്തിന്റെ കാര്യം അറിയാൻ വേണ്ടി ഒരു ദിവസം ഒരു ഭിക്ഷക്കാരത്തിയുടെ വേഷമെടുത്ത്, അസൽ ഒരു തണ്ടക്കാരത്തി, ആ വേഷമെടുത്ത് താനിങ്ങനെ ആൾക്കാരെ അന്വേഷിക്കാൻ കടന്നു ചെന്നു. ഒരു പണക്കാരന്റെ വീട്ടിൽ കടന്നു ചെന്നു. അതേ കണ്ടാൽ അറയ്ക്കും, അതുപോലത്തെ ഒരു വേഷത്തിലാണ് കടന്നു ചെന്നത്. കടന്നു ചെന്നിട്ട് പറഞ്ഞു, വലിയ മഴയും കൊടുങ്കാറ്റും വരിക, എനിക്കൊരു കുട തരണമെന്ന് പറഞ്ഞു. ഉടനെ ആ വീട്ടുകാരന് കഥ പറഞ്ഞിട്ട് അറച്ചിട്ട് അവിടെ കമ്പിയെല്ലാം ഒടിഞ്ഞു കിടന്ന് ഒരു കുട എടുത്തു കൊടുത്തു. ആ കുട വായിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞ് ആ രാജ്ഞി അവിടുന്ന് പോയി. ഒരു ഭിക്ഷക്കാരത്തി നടന്ന സംഭവമാണ്. അദ്ദേഹം അവിടുന്ന് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 3-4 കുതിരകൾ വന്നിരിക്കുന്നു ഈ കുട തിരിച്ചു കൊടുക്കാൻ. അതേ വാതിക്ക് വന്ന് മുട്ടിയപ്പോൾ അദ്ദേഹം പേടിച്ചു പോയി. അതേ കൊട്ടാരത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു. എന്താ സംഗതി എന്ന് ചോദിച്ചു. ഇവരൊക്കെ പുള്ളിയെ ശിക്ഷിക്കാൻ പോകുന്നു വിചാരിച്ചു. അല്ല, ഇന്നലെ രാത്രി എലിസബത്ത് രാജ്ഞി ഇവിടെ വന്നായിരുന്നേ, അപ്പൊ നിങ്ങൾ കൊടുത്ത കുട തിരിച്ചു തരാൻ വന്നാന്ന് പറഞ്ഞ് ഈ കുട തിരിച്ചു കൊടുത്തു. ആ വീട്ടുകാരും കടന്ന് നിലവിളിച്ചു, എലിസബത്ത് രാജ്ഞിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ സൂപ്പർ കുട എടുത്തു കൊടുത്തേനെ. നല്ല വിശേഷമുണ്ടോ? ദൈവത്തിന്റെ പൈതലെ, അബ്രഹാമിന്റെ ഭവനത്തിൽ ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. അബ്രഹാം എന്താണ് ചെയ്തത്? ഇവിടെ ഇരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തി ഉണ്ടായിരിക്കണം. എഫെസോസ് സഭയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് സൽപ്രവൃത്തി ഉള്ളവരായിരുന്നു. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ, അഗാപ്പെ പ്ലാറ്റ്ഫോമിലുള്ള ദൈവമക്കളെ, നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്ന ഈ കാര്യമുണ്ടല്ലോ, ഒരു ദിവസം പ്രശംസിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവൃത്തി എന്തായിരിക്കും? 2ാമത് വായിക്കുന്നത് പ്രയത്നം. അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രയത്നം. ക്ഷീണിക്കും വരെയുള്ള കഠിനാധ്വാനമാണ് പ്രയത്നം എന്ന് പറയുന്നത്. ക്ഷീണിക്കും വരെയുള്ള കഠിന അധ്വാനമാണ് പ്രയത്നം എന്ന് പറയുന്നത്. എബ്രായർ 6:11 വായിച്ചേ. എബ്രായർ 6:11. നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉത്സാഹമാണ് പ്രയത്നം. അവസാനം വരെ ഉത്സാഹം കാണിപ്പി. അതാണ് പ്രയത്നം. ഉത്സാഹത്തിൽ നമ്മൾ മടുപ്പുള്ളവരായിരിക്കാൻ പാടില്ല. ബൈബിളിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഉത്സാഹം. മാർത്തയുടെ മറിയയുടെ ഭവനത്തിൽ നിന്ന് എന്നേ, അതേ കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെന്നപ്പോൾ മാർത്ത കഠിനാധ്വാനം ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത്? അതേ കർത്താവിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നു. അവസാനം മറിയ അതേ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വലിയൊരു പരാതിയായിട്ടാണ് അങ്ങോട്ട് കടന്നു വന്നത്. 3 പേർക്കിട്ട് ഓരോ വെടി വെച്ചു കൊടുത്തു. യേശുവിനും കൊടുത്തൊരു വെടി, മറിയക്കിട്ടും കൊടുത്തു വെടി. സോറി, എന്താ പറഞ്ഞത്? കർത്താവേ, കർത്താവേ, എന്റെ അടുക്കളക്കാരത്തിൽ എന്റെ സഹോദരി എന്നെ തനിച്ചാക്കിയതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ കർത്താവിന് വെടി, കൂട്ടു സഹോദരിക്കിട്ടൊരു വെടി. അത്ര മിടിക്കായിരുന്നു മാർത്ത. 3 ടൈപ്പ് ആൾക്കാരുണ്ട്. മാർത്ത ടൈപ്പ് ഉണ്ട്, മറിയ ടൈപ്പ് ഉണ്ട്, ലാസർ ടൈപ്പ് ഉണ്ട്. ലാസർ ഒറ്റ ദിവസം പോലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല.
പുള്ളി വീട്ടില് കട്ടൻ കാപ്പിക്കുള്ള ചക്കരൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും, പഞ്ചസാര മേടിച്ചു കൊടുക്കും. പുള്ളി എന്ന് സ്ഥലം വിടും. ഒറ്റ ദിവസം പോലും ലാസർ പന്തിക്ക് ഇരുന്നിട്ടില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം പഠിക്കുന്ന ആഗ്രഹമില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആഗ്രഹമില്ല. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ അതേ കർത്താവിനെ സ്വീകരിക്കുന്നു. മാർത്ത അടുക്കളക്കാരത്തെ ഉത്സാഹിക്കുന്നു കർത്താവിന് ശാപ്പാട് കൊടുക്കാൻ. കുറെ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തന്നെ ഇരുന്ന് ഇങ്ങനെ എപ്പോഴും വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ അവർക്ക് ദേഷ്യം എന്ന് പറയും, കർത്താവേ, എന്റെ സഹോദരി അടുക്കളക്കാരത്തെ എന്നെ തനിച്ചാക്കിയതിൽ നിനക്ക് വിചാരമില്ലയോ? ഉടനെ കർത്താവ് എന്താ പറഞ്ഞത്? മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു, അതാരും അവളോട് അപഹരിക്കയില്ല. അവളുടെ അധ്വാനം കേട്ടോ, അധ്വാനം ആവശ്യമാണ്. അതേ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള സൗകര്യമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭർത്താവ് വരുമ്പോൾ ഒരു കട്ടൻ കാപ്പി പോലും ഇട്ട് കൊടുക്കാത്ത ആൾക്കാർ ഈ അമേരിക്കയിലുണ്ട്. ജോലി കഴിച്ച് വരുമ്പോൾ ഭർത്താവ് തന്നെ ഇട്ട് കുടിക്കണം. അങ്ങനെ ആ ടൈപ്പ് ആകാൻ പാടില്ല. ദൈവദിനം പഠിക്കുകയും ചെയ്യണം. ഭർത്താവ് വരുമ്പോൾ ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുക. അതുവരെ വായിക്കത്തില്ല, ടിവിയുടെ മുന്നില്ല. ഭർത്താവിനെ കാണിക്കാൻ നിൽക്കണം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ അഗാപ്പെ പ്ലാറ്റുകൾ അങ്ങനെയല്ല. വചനം പഠിക്കാൻ വേണ്ടി ആർത്തിയോടല്ലേ വരുന്നത്. ഭർത്താവ് വരുമ്പം ബൈബിൾ നിർത്തി വെച്ച് അതിൻ്റെ അത് കുനിഞ്ഞിരിക്കുന്ന അമേരിക്കയിൽ ഈ ഇങ്ങനത്തെ സഹോദരിമാരുണ്ട്. അങ്ങനെ ആയിരിക്കാൻ പാടില്ല. നമ്മൾ അതെ ഉത്സാഹികളായിരിക്കണം. അതേ ഈ ലോകപരമായിട്ടുള്ള അധ്വാനം മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണ് ഇവിടുത്തെ വിഷയം. ഇന്ന് രാത്രികാലം ശരീരക്ലേശങ്ങൾ മറന്ന് സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചതിന് കർത്താവിടെ പ്രശംസിക്കുകയാണ് എഫെസോസ് സഭ. അവർ സുവിശേഷം അറിയിക്കാൻ തക്കണം വളരെയധികം പ്രയത്നിക്കാൻ തക്കണയായി. കർത്താവിനോടുള്ള അക്ഷയമായ സ്നേഹനിമിത്തം ചെയ്യുന്ന പ്രയത്നങ്ങളാണ് അത്. വിലയേറിയതാണ്. അതാണ് പ്രയത്നം. സമയമായതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അതിസമയം ഇരിക്കാൻ ഒക്കത്തില്ല. ഇനി നമുക്ക് 5 കൂട്ടം കാര്യമുണ്ട്. ബാക്കി 5 കൂട്ടം കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. കുറ്റം എന്നാന്ന് പഠിക്കണം. നിക്കോലാവരുടെ നടപ്പ് പഠിക്കണം. ആരാണ് നിക്കോലാവിയർ? ഈ ദുരുപദേശമൊക്കെ നമ്മൾ പഠിക്കണം. പ്രതിഫലം പഠിക്കാനുണ്ട്. ദൈവവചനങ്ങളാണ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഏലിയാസ് KK പ്രാർത്ഥിക്കുമോ? കണ്ണൂർ പ്രാർത്ഥിച്ചാട്ട് അവസാനമായി. ഏലിയാസ് പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മനോഹരമായ നല്ല ഈ രാത്രികാലം കൃപയാൽ ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിന്റെ നാമത്തിൽ പാടിപ്പോഴ്ത്തുവാനും പ്രാർത്ഥിക്കുവാനും ശേഷാൽ കർത്താവെ അങ്ങയുടെ വിലപ്പെട്ട അവിടുത്തെ അഭിഷേകത്തിൽ കൂടെ കർത്താവെ ആൻഡ്രൂസ് പാസ്റ്ററിൽ കൂടെ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് പഠിക്കുവാനും അങ്ങയുടെ ദാസൻ ഞങ്ങളെ പഠിപ്പിക്കുവാനും പരിശുദ്ധാത്മാവ് ശക്തമായി അവിടുത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചനായി സ്തോത്രം. ഇന്ന് കർത്താവ് പല സമയങ്ങളിലായി ദിവസങ്ങളിലായി എല്ലാ ദിവസങ്ങളിലും അങ്ങയുടെ ദാസനെ ദൈവം ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നല്ലോ. പല സൂം മീറ്റിംഗിലായി എല്ലാത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം എഫെസോസ് സഭയോട് അനുബന്ധമായി ആ കർത്താവെ അതിനോട് ആ സഭയെക്കുറിച്ചും അവരുടെ നല്ല പ്രവൃത്തികളെ കുറിച്ചും ആ സഭയെക്കുറിച്ചുള്ള നല്ല അവരുടെ കർത്താവെ അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതും അവരെ കുറിച്ചുള്ള കുറ്റവും അവരെ കുറിച്ചുള്ള നന്മ 7 കാര്യങ്ങളും എല്ലാതും പറയും. അതിൽ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചല്ലോ. അതിനെ ഞങ്ങളോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി എന്നോട് സ്തോത്രം. ഇനി ശക്തമായി അവിടുത്തെ അഭിഷേകത്തിനെ ദൈവകരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ലാലു പാസ്റ്റർക്കായി സ്തോത്രം. ഇതിൽ പാടിയവർക്കായി സ്തോത്രം. ഇവിടെ കടന്നു വന്ന എല്ലാ അങ്ങയുടെ വിലപ്പെട്ട അഭിഷിക്തന്മാർക്കായി ദൈവദാസിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ കൂടി കാണുവോളും കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾക്ക് വചനം പഠിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി ദൈവത്തിന് കൂടി നന്ദി അർപ്പിക്കുന്ന കർത്താവേ, എത്ര നന്ദി പറഞ്ഞാലും മതിവരിയില്ല. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച് കർത്താവെ പഠിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ച മുഖാന്തരങ്ങൾക്ക് എല്ലാറ്റിനും നന്ദി കരയേറ്റുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണം. ക്രിസ്തുയേശുവിന്റെ തന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം എല്ലാവർക്കും നന്മയെ പകരട്ടെ. എല്ലാവരെയും ഉയർത്തട്ടെ. ഒരു ദോഷം തട്ടാതെ എല്ലാവരെയും കാക്കട്ടെ. നമ്മുടെ ബൈബിൾ കോളേജ് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം എല്ലാവർക്കും എല്ലാ കുടുംബങ്ങളും ദൈവഹിതമായാൽ 29 നടക്കുന്ന മീറ്റിംഗിന് എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരിക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും നാളെ വൈകിട്ട് കാണാം. നാളെ വൈകിട്ട് ഷാജൻ പാറക്കടവിൽ ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.